ഹായ്, വെൽക്കം ടു ടേസ്റ്റി ക്യൂൻസ്. ഇന്ന് നമുക്കൊരു ബർഫി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ചുരുക്കം ചേരുവകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഹോർലിക്സ് ബർഫിയാണിത്. നിങ്ങൾ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഇനി നമുക്ക് ബർഫിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3/4 കപ്പ് കടലപ്പൊടി, 1/4 കപ്പ് ഹോർലിക്സ്, 1 കപ്പ് നെയ്യ്. അത് 2 ബാച്ചസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ 2 കപ്പിൽ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഷുഗർ, 1/4 കപ്പ് വെള്ളം. ഇനി യൂസ് ചെയ്യുന്നത് ഓപ്ഷണലാണ്, അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. കുറച്ച് ചോപ്ഡ് നട്ട്സ് ഉണ്ട്, ചോപ്ഡ് ആൽമണ്ട്, ബദാമും കാഷ്യൂനട്ടും. പിന്നെ കുറച്ച് നട്ട്സ് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമ്മുടെ ബർഫിയുടെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ആദ്യം ഈ കടലപ്പൊടി ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കി എല്ലാം ചെയ്യുന്നത്. നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ഞാൻ കടലപ്പൊടി ചൂടാക്കാൻ പോവുകയാണ്. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു മണം പോണത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കടലപ്പൊടി ഒന്ന് അരിച്ചെടുക്കണം, കട്ടയില്ലാതെ എടുക്കണം. ഞാനതൊന്ന് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ കടലപ്പൊടി ഇവിടെ കട്ടയില്ലാതെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹോർലിക്സ് ഇട്ട് കൊടുക്കാം. ഹോർലിക്സ് നല്ല ഫൈൻ പൗഡറാണ്. അപ്പോൾ കടലപ്പൊടിയും ഹോർലിക്സും നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 1 കപ്പ് നെയ്യാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു 1/2 കപ്പ് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു എഗ് ബിസ്ക് വെച്ചിട്ട് നല്ലവണ്ണം ആക്കിയാൽ മതി, പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പോൾ ഒരു 1/2 കപ്പ് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/2 കപ്പിൽ ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ആയി കിട്ടിയില്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമുക്കിനി ബർഫി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച ഒരു 1 കപ്പ് ഷുഗർ അതിലിട്ടിട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഷുഗർ സിറപ്പ് ആദ്യം തയ്യാറാക്കാം. അപ്പോൾ ഷുഗർ നല്ലവണ്ണം മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഒരു നൂൽ പരുവത്തിൽ വരണം, അപ്പോഴാണ് ഷുഗർ സിറപ്പ് റെഡിയായി വരുന്നത്. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കടലപ്പൊടി, ഹോർലിക്സും നെയ്യും കൂടി ആക്കി വെച്ച ആ മിക്സ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുന്നത്, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ലോ ഫ്ലെയിം, അതുപോലെ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഒരു 1/2 കപ്പ് നെയ്യ് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേശ്ശെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതായി വരുമ്പോൾ ബാക്കി കുറച്ചുകൂടി നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കി നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബർഫി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ ഈ ഒരു പാനിൻ്റെ സൈഡിൽ നിന്നെല്ലാം വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ബർഫി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതുപോലെ ഒരു സ്ക്വയർ പാനിൽ ഞാൻ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പാനിലൊന്ന് നെയ്യ് ഗ്രീസ് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഈ ബർഫി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം.
ഓക്കെ, ബർഫി ഞാൻ ഇതിനകത്തോട്ട് ഈ പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു 20-25 മിനിറ്റ്, അരമണിക്കൂറോളം നമുക്ക് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. ബർഫി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റി. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഓരോ ഷേപ്പിൽ പീസസ് ആക്കി വയ്ക്കാം. ഞാനിപ്പോൾ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യണത്. നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ എഡ്ജസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ബർഫി എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഹോർലിക്സ് ബർഫി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.